ഒരു നിതാന്ത പ്രചരണം. ഒന്ന്, സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല, എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ഇല്ല, സ്വരാജ് മത്സരിക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെയാണ്. പാർട്ടിയുടെ ABCD അറിയുന്നവർ അങ്ങനെയൊന്നും പറയില്ല. ഒന്ന്, കേരളത്തിലെ ഒരു മണ്ഡലത്തിലും എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയെ കിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ജയിച്ചൊരു മണ്ഡലമാണത്. സുശക്തമായ പാർട്ടി സംവിധാനങ്ങളും ഇടതുപക്ഷ മുന്നണിയുടെ സാന്നിധ്യവും എല്ലാം ഉള്ളൊരു മണ്ഡലം, LDFിൻ്റെ സിറ്റിംഗ് സീറ്റ്. പിന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകി, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇതാരാണ് തീരുമാനിക്കേണ്ടത്? ഒരു ചോദ്യമാണ്. ഇലക്ഷൻ കമ്മീഷനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള അവസാന സമയം തീരുമാനിച്ചിട്ടുള്ളത്. അത് നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന സമയം 2-ാം തീയതിയാണ്. 2-ാം തീയതി വരെ ആർക്കും സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുക്കാം. LDF ഇതെല്ലാം മനസ്സിലാക്കി ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടി ആദ്യമേ തീരുമാനിച്ചു 30-ാം തീയതി നമ്മളത് പ്രഖ്യാപിക്കാം എന്ന് തീരുമാനിച്ചു. അത് വേറൊന്നുമല്ല, 30-ന് പാർട്ടി സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഇക്കാര്യത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റ് വേറെ ദിവസം കൂടണ്ട, 30-ന് തന്നെ കൂടി നമുക്ക് പ്രഖ്യാപിക്കാം എന്ന നിലപാട് നമ്മൾ സ്വീകരിച്ചു. അപ്പോൾ പറയുന്നു ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു. അതവരുടെ അവകാശം. ഞാനങ്ങനെ പറയണമെന്ന് കരുതിയതല്ല, എങ്കിലും അതിന് പിന്നിലും ഒരു നിവൃത്തികേടുണ്ട്. കാരണം ഒരു ദിവസം വൈകിയാൽ, ഇപ്പോൾ തന്നെ 2 സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ച് തുടങ്ങി, അപ്പോഴാണ് ഒരാളെ പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഒരു ദിവസം വൈകിയാൽ അത് കുറേ കൂടി മുന്നോട്ട് പോകും. പിന്നെ പിന്തിരിയാൻ പറ്റാത്ത സ്ഥിതി വരും, സംഘർഷങ്ങളുണ്ടാവും, കത്തിക്കുത്തുണ്ടാവും, ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആളെ പ്രഖ്യാപിക്കുക എന്നത് അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. LDFിൽ ആ പ്രശ്നമില്ല. LDFിൽ നല്ല ഐക്യം, നല്ല കെട്ടുറപ്പ്, ആരും സ്വമേധയാ വോട്ട് ചോദിക്കാൻ വന്നിട്ടില്ല. അതുകൊണ്ട് സാധാരണ നിലയിലുള്ള സംഘടനാ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നതാണ്. അപ്പോഴാണ് ഈ ദുഷ്ടലാക്കുള്ള ചോദ്യം, ഞാൻ സമ്മതിച്ചോ എന്ന്. അത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഒരു രീതി അറിയാത്തത് കൊണ്ടാണ്. CPIM പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പാർട്ടി തീരുമാനങ്ങൾ ഉത്തരവാദിത്തോടെ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ളവരാണ്. എന്നെ ഇങ്ങനെ ഒരു ചുമതല പാർട്ടി ഏൽപ്പിച്ചു എന്നതിൽ എനിക്ക് അഭിമാനമാണുള്ളത്.